സാർ, ന്യൂയോർക്കിലെ പുതിയ മേയറായിട്ടുള്ള സോഹ്റാൻ മംദാനി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വാസ്തവമുണ്ടോ? അത് ഉമർ ഖാലിദ് എന്ന് പറഞ്ഞിട്ട് ഡൽഹി കലാപം ആസൂത്രണം ചെയ്തവരിൽ ഒരാളാണല്ലോ. JNUവിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഉമർ ഖാലിദ്. അതെ. ഉമർ ഖാലിദിന്റെ ബാപ്പ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായിരുന്നു. മുൻ ഓൾ ഇന്ത്യ അമീർ ആയിരുന്നു. അപ്പോൾ ഉമർ ഖാലിദിന് എൻ്റെ ബാപ്പയും ഉമ്മയും ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ സഹോദരിയെ കാണാൻ, അതായത് അവരുടെ മകള് ഉമർ ഖാലിദിന്റെ സഹോദരി അമേരിക്കയിലാണ്, കാണാൻ പോയപ്പോൾ ഈ മംദാനിയുടെ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ച് മംദാനി അപ്പോയിൻമെന്റ് കൊടുത്തു. മംദാനിക്ക് ആര്യ രാജേന്ദ്രനെ അറിയാമെങ്കിൽ പിന്നെ ആണോ ഉമർ ഖാലിദ്. അപ്പൊ ഉമർ ഖാലിദിനെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ അരമണിക്കൂർ സമയമാണ് ചോദിച്ചിരുന്നത്. അയാൾ സംസാരിച്ചു ഈ ഉമർ ഖാലിദിന്റെ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ. എന്നിട്ട് ഒരു കത്ത് എഴുതി കൊടുത്തു, സ്വന്തം കയ്യക്ഷരത്തിൽ, ഡിയർ ഉമർ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ സ്വയം വിഴുങ്ങാതെ അതിനോടൊന്നും വെറുപ്പില്ലാതെ രക്ഷപ്പെട്ടു എന്ന് അറിയുന്നതിൽ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തനിക്കൊരു കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടായി, അത് തന്നെ നശിപ്പിച്ചിട്ടില്ല എന്നറിയുന്നതിൽ സന്തോഷം. അതാണ് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഒരിക്കൽ, ഉമർ ഖാലിദ് കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊന്നും എന്നെ വിഴുങ്ങാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന്. ആ വാചകം എടുത്തിട്ടാണ് ഈ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാതാപിതാക്കളെ കണ്ടത് സന്തോഷമായി, നിനക്കായി പ്രാർത്ഥിക്കുന്നു. ഇതാണ് കയ്യക്ഷരത്തിൽ. ഇത് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഭാര്യ, ഉമർ ഖാലിദിന്റെ ഭാര്യ ബംഗാളിയ ഹിന്ദു വെനജോസ്ന ഇത് പങ്കുവച്ചിരുന്നു. മംദാനി മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഉമർ ഖാലിദിന്റെ ഭാര്യ ഇത് പങ്കുവച്ചു. അങ്ങനെയാണ് ഈ കത്തിന്റെ കാര്യം നമ്മൾ അറിയുന്നത്. വനജോസ്ന ലാഹിരി എന്നാണ് ഭാര്യയുടെ പേര്. അപ്പോൾ ഈ മാതാപിതാക്കള് ഉമർ ഖാലിദിന്റെ ഉമ്മ സാഹിബ ഖാനം, ബാപ്പ സജാദ് കാസിം റസൂൽ, അങ്ങേരാണ് നേരത്തെ എമീർ ആയിരുന്നത്. അവരാണ് മകളെ കാണാനായിട്ട് അമേരിക്കയിൽ ഇവിടെ ചെന്നത്. അപ്പോൾ 2020 മുതൽ UAPA കേസിൽ തടവിലാണ് ഉമർ ഖാലിദ്. അപ്പോൾ അടുത്തിടെ ജാമ്യം കൊടുത്തിരുന്നു സഹോദരിയുടെ വിവാഹത്തിൽ, നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടി. കുറെ കാലമായിട്ട് ഈ കപിൽ സിബലിനെ പോലുള്ള ആളുകളൊക്കെ അല്ലേ ജാമ്യത്തിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. 5-8 തവണയായി ജാമ്യം തള്ളുന്നു. അപ്പോൾ ഈ ജാമ്യകാലത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഈ ഭാര്യ ലാഹിരി പറഞ്ഞിട്ടുണ്ട്. അയാൾ വേറെ എങ്ങും പോയില്ല എന്നുള്ളത്. അപ്പോൾ 2023 ന്യൂയോർക്കിൽ ഈ ഉമർ ഖാലിദ് എഴുതിയ കത്തിലെ, ഉമർ ഖാലിദ് പലർക്കും പല കത്തും ജയിലിൽ നിന്ന് എഴുതുന്നുണ്ട്. ഭാവിയിൽ സമാഹാരമാകേണ്ടതല്ലേ. ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്നൊക്കെ പറഞ്ഞ് പുസ്തകമൊക്കെ ആയിട്ടില്ലേ. ജയിൽ ഡയറി, ഗ്രാംഷിയുടെ ഡയറി ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഡയറി ഭാവിയിൽ വരാം. അപ്പോൾ ഖാലിദ് എഴുതിയ കത്തിലെ വാചകങ്ങൾ 2023 വായിച്ചിട്ടുണ്ട് എന്ന് മംദാനി ഈ ബാപ്പയോടും ഉമ്മയോടും കാണാൻ ചെന്നവരോട് പറഞ്ഞു. അപ്പോൾ ജീവിതത്തെ ഉമർ ഖാലിദ് വെറുത്തില്ല എന്നുള്ളത് വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കൂടെ പിന്നെയും 5-6 പേര്, 1/2 ഡസൻ MP ഈ മംദാനിയുടെ ആശയത്തിൻ്റെ കൂടെ നിന്നിട്ട് ഉമർ ഖാലിദിനെ ഇന്ത്യ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊരാളാണ് ഈ കോൺഗ്രസ് അംഗം ജെയിംസ് മക്ഗവേൺ. അയാൾ ഇന്ത്യൻ സ്ഥാനപതി, അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് ഖ്വാത്രയ്ക്ക് കത്ത് എഴുതി. കോൺഗ്രസ് അംഗം 2020 കലാപപ്രതികൾ വിചാരണയില്ലാതെ തടവിലാണ്, അതിൽ ഉമർ ഖാലിദിന് പങ്കൊന്നുമില്ല, അതുകൊണ്ട് വിട്ടയക്കണം എന്നാണ് കത്ത്. ഉമർ ഖാലിദിന് അതിൽ പങ്കില്ല എന്ന് ഇയാൾക്ക് അവിടെ നിന്ന് വിവരം കിട്ടി അല്ലേ. അതെ, ആസൂത്രണം ചെയ്തതിന് ധാരാളം തെളിവുണ്ട്. നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. 5 വർഷമായിട്ട് ജയിലിലാണ് ഉമർ ഖാലിദ്. വേറെ ഉണ്ട് ആളുകൾ ജയിലിലുണ്ട്. അപ്പോൾ ബാപ്പ സയ്യിദ് കാസിം റസൂൽ
ഈ കൂടിക്കാഴ്ച മംദാനിയായിട്ടുള്ള കൂടിക്കാഴ്ചയെ പറയുന്നത് അരമണിക്കൂർ ഞങ്ങൾ കണ്ടു. മംദാനിയുടെ ഭാര്യ രാമ ദുവാജിയും കൂടെ ഉണ്ടായിരുന്നു. ഉമറിൻ്റെ കത്തുകൾ വായിക്കാറുണ്ട് എന്ന് മംദാനി ഞങ്ങളെ അറിയിച്ചു. അപ്പോൾ ഈ കത്തിൽ ഈ ഒപ്പുവെച്ചവരില് ഇയാളെ വിടണം, ഉമർ ഖാലിദിനെ വിടണം എന്ന് പറഞ്ഞിട്ട് 6 ഡസൻ MP അമേരിക്കൻ MP ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അതിൽ ഒരാള് ജാനിസ് ഷാക്കോസ്കി ആണ്, സ്ത്രീ, ജാനിസ് ഷാക്കോസ്കി. ഈ ജാനിസ് ഷാക്കോസ്കി കഴിഞ്ഞ സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നാണ് ഈ മംദാനിയുടെ ഈ കത്തും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ BJP ആരോപിക്കുന്നത്. ഈ ജാനിസിനെ എന്തായാലും രാഹുൽ ഗാന്ധി ഇളക്കി വിട്ടതായിരിക്കും എന്നാണ് BJP പറയുന്നത്. തള്ളിക്കളയാൻ പറ്റില്ല ആ ആരോപണം. അപ്പോൾ വിദേശത്ത് ഇന്ത്യ വിരുദ്ധ ആഖ്യാനം എന്തു വന്നാലും അതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകും എന്ന് BJP ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു അമേരിക്കയിലെ വർണ്ണവെറിയെപ്പറ്റി. അവർ പറയട്ടെ, MP എന്തിന് ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? ക്ഷേത്രം തകർത്തപ്പോൾ, ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ക്ഷേത്രം തകർത്തപ്പോൾ ഇവരൊരക്ഷരം പറഞ്ഞു. പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഹിന്ദു വേട്ടം നടന്നപ്പോൾ ഈ MP കോൺഗ്രസ് അംഗങ്ങൾ ഒരക്ഷരം, ഉരിയാടിയോ? അതുപോലെ ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവരെ പറ്റി ഇവർ വിട്ടയക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ്. ഷർജീൽ ഇമാമും ഇയാളുടെ കൂടെ കൂട്ടുപ്രതിയാണല്ലോ. ഇതില് ജാമ്യവും കിട്ടാതെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരിയിലായിരുന്നു കലാപം. 53 പേര് കൊല്ലപ്പെട്ട കലാപമാണ് അത്. ഇയാളാണ് മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ തടിച്ചുകൂടണം, കലാപം നടത്തണം എന്നൊക്കെ ആഹ്വാനം ചെയ്തത് ഉമർ ഖാലിദാണല്ലോ, കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ അന്ന് മറ്റേ ഷഹീൻ ബാഗ് അല്ലേ, അവിടെയൊക്കെ കലാപമൊക്കെ നടത്തിയതിൻ്റെ പിന്നിൽ ഉമർ ഖാലിദാണ്, ആസൂത്രകനാണ് എന്നുള്ളതാണ് കേസ്. CAA ആയിട്ട് ബന്ധപ്പെട്ട പൗരത്വ പ്രക്ഷോഭം ആയിരുന്നു അന്ന്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇന്ത്യയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ മംദാനി ധരിച്ചിരുന്ന ടൈ അത് ഡൽഹിയിൽ നിന്ന് പോയതാണ്. ആ ടൈ അതിൽ സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാര പണികൾ ഉണ്ടായിരുന്നു. അസമിൽ നിന്നുള്ള സിൽക്കിൽ ചെയ്തതാണ് അത്. ആ ടൈ കാർത്തിക് റിസർച്ച്, ഡൽഹിയിലെ സ്ഥാപനം, ഡൽഹിയിലെ ഡിസൈനർ കാർത്തിക് കുമ്രയുടെയാണ്. അയാളാണ് ഈ ടൈ ഡിസൈൻ ചെയ്തത്. അസമിൽ നിന്നുള്ള ഈറി സിൽക്ക് ടൈ ആണ് അത്. അത് സാമിയ റിസീനി എന്ന് പറഞ്ഞ പട്ടുനൂൽ പുഴു, അതിൽ നിന്നാണ് ഈ പട്ട് കിട്ടുന്നത്. അപ്പോൾ അസം, നാഗാലാൻഡ്, മേഘാലയ അവിടെയൊക്കെ ഈ കിട്ടുന്ന സിൽക്കാണ് ഈ ടൈക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടൈ ഡിസൈൻ ചെയ്ത കാർത്തിക് കുറക്കാലം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ന്യൂയോർക്ക് മേയറെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നു. ശരിക്കും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഈ ഇസ്ലാം, ഇതൊക്കെ ആഗോള സാഹോദര്യത്തിലാണ് വിശ്വസിക്കുന്നത്. നാഷണലിസം എന്ന് നമ്മൾ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ദേശീയത, നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുക, ദേശാഭിമാനം ഉള്ളവരായിരിക്കുക, ഇത് ഈ രണ്ടു കൂട്ടർക്കും ബാധകമല്ല. എവിടെയെങ്കിലും ഉള്ള ഇസ്ലാമുമായിട്ട് ഇവിടെയുള്ള ഈ തീവ്രവാദികൾ ചേർന്ന് പോകും. മംദാനിയും ആ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. കാരണം അയാൾ പറഞ്ഞില്ലേ വിക്ടറി സ്പീച്ചിൽ, ഒരു മുസ്ലിം എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. മനുഷ്യൻ എന്നതിൽ നല്ലല്ലോ പറയുന്നത്, മുസ്ലിം എന്നതിൽ. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ദേശീയ ഗാനമില്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അല്ലേ? മറ്റേ പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ
സച്ചിദാനന്ദൻ പരിഭാഷ ചെയ്തതിലെ വാചകം ഞാൻ ഈ പറയുന്നത്. ഉണരുവിൻ പട്ടിണിയുടെ തടവുകാരൻ നിങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്നാണ് അവരുടെ സാർവദേശീയ ഗാനം എന്നാണ് പറയുന്നത്. ദേശീയ ഗാനമല്ല, സാർവദേശീയ ഗാനം. അങ്ങനെ ഈ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ആയിട്ടാണ് അവർ ബന്ധപ്പെടുന്നത്. എവിടെയെങ്കിലും ക്യൂബയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവർക്ക് വലിയ സങ്കടമാണ്. അങ്ങനെ ഉള്ള ആളുകളാണ്. അപ്പോൾ ആഗോള ഇസ്ലാമിൻ്റെ ഭാഗമായി പരസ്പരം തിരിച്ചറിയുകയാണേ മംദാനിയും ഉമർ ഖാലിദിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ എമീറായിരുന്ന ബാപ്പയും എല്ലാവരും കൂടി. അപ്പോൾ മംദാനി വന്നപ്പോൾ ഇങ്ങനെ സന്തോഷം തിരതല്ലുന്നു. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.